ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവുപോലെ ഇന്നും നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ആദ്യം 18/3/2025 ചൊവ്വാഴ്ച 22,848 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 22,874 എന്ന ലെവലിലാണ്. അതായത് ഏതാണ്ട് 26 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പിൽ. ഇന്നലത്തെ ക്ലോസിങ്ങിനോട് നമ്മുടെ ചാർട്ടുമായി പരിശോധിക്കുമ്പോൾ ഇത്രയും പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആയത്. ഇന്നത്തെ ഹൈ ആൻഡ് ലോ എന്നിവ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 133 പോയിന്റിന്റെ ഒരു മൂവ്മെന്റ് റേഞ്ച് മാത്രമാണ് ഇന്ന് നിഫ്റ്റി തന്നിട്ടുള്ളത്. എന്നാലും നല്ല ട്രേഡിംഗ് ചാൻസുകൾ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. വളരെ മൈൽഡ് ആയിട്ടാണ് ഇത്രയും മൂവ്മെന്റ് തന്നത്. ഓരോ മൂവിനും സാമാന്യ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് എടുക്കാൻ വളരെ ഈസിയായി സാധിക്കുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഗ്യാപ്പ് അപ്പ് തന്നതിന് ശേഷം നമ്മൾ ഇവിടെ രേഖപ്പെടുത്തിയിരുന്ന 22,885 എന്ന് പറയുന്ന ആദ്യത്തെ ടാർഗറ്റ്, തീർച്ചയായും അതൊരു റെസിസ്റ്റൻസ് ലെവലാണ്. ഒരു ബൈയിങ് ടൈമിൽ എപ്പോഴും റെസിസ്റ്റൻസ് ലെവലുകളാണ് നമുക്ക് ടാർഗറ്റായി ലഭിക്കുക. ആ ലെവൽ ടെസ്റ്റ് ചെയ്ത അപ്പോൾ തന്നെ ചെറിയ ടൈം ഫ്രെയിമിൽ പരിശോധിച്ചാൽ നമുക്കറിയാം കൃത്യമായും ഒരു സെല്ലിംഗ് ആണ് തന്നിരുന്നത്. അപ്പോൾ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം എന്ന് ചിന്തിച്ച ഏതൊരാൾക്കും വളരെ നല്ല ഒരു ടാർഗറ്റ് ലഭിച്ചിരുന്നു. ആദ്യത്തെ 5 മിനിറ്റിനുള്ളിൽ തന്നെ അത് നമ്മളുടെ ആദ്യത്തെ സപ്പോർട്ട് എന്ന് പറഞ്ഞ ലെവലിലോട്ട് വന്നു. തുടർന്ന് വീണ്ടും കിട്ടിയ ചെറിയ ടൈം ഫ്രെയിമിൽ കിട്ടിയ വീണ്ടും കിട്ടിയ മൂവിൽ സെല്ലിംഗ് തന്നെയായിരുന്നു. കാരണം ഡേയ്സ് ഹൈക്ക് മുകളിലോട്ട് കടന്നു പോകുന്നില്ല എന്ന് നമുക്ക് ബോധ്യമാകുന്നതായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ചെയ്തെങ്കിൽ തൊട്ട് താഴെയായി രേഖപ്പെടുത്തിയ മൈനർ സപ്പോർട്ട് 22,810 എന്ന ലെവൽ മനോഹരമായി ടെസ്റ്റ് ചെയ്തു. വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടി. അത് പിന്നെയും സെല്ല് ചെയ്തെങ്കിൽ പോലും പുതിയ ലോ, അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ആണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ്. എന്നാൽ അതിന് താഴോട്ട് പ്രൈസ് മൂവ് ചെയ്തിരുന്നില്ല. എന്നാൽ നമ്മൾ ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും കിട്ടുന്ന അപ്പ് മൂവ്, അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിൽ ട്രേഡ് ചെയ്യാം, പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഈ ലെവലിൽ വന്നു. ഇവിടെ നിന്നും ചെറിയ ടൈം ഫ്രെയിമിൽ കൃത്യമായും പ്രൈസ് റിവേഴ്സ് ആകുന്നത്, പ്രൈസ് ആക്ഷൻ പ്രകാരം എങ്ങനെയാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളവർക്ക് കഴിയുന്നതായിരുന്നു. അത്തരത്തിൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്ത ഏതൊരാൾക്കും അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ അതിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ അത്തരത്തിൽ ക്ലോസിംഗ് ലഭിച്ചു, ടാർഗറ്റ് ബുക്ക് ചെയ്തു. വീണ്ടും കിട്ടിയ ഡിക്ലൈൻ, അതിനെ പിന്നെയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ നോക്കി അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ ഈ ലെവലുകൾ സപ്പോർട്ട് ലെവലുകൾ ട്രെയിൽ ചെയ്ത് ഉപയോഗിക്കാമായിരുന്നു. അങ്ങനെയെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ വീണ്ടും കിട്ടി. എന്നാൽ അതിന് മുകളിലോട്ട് പ്രൈസ് ക്ലോസ് ചെയ്തു, വീണ്ടും ഡിക്ലൈൻ. അത്തരത്തിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് ട്രേഡ് ചെയ്തിരുന്നെങ്കിൽ ആർക്കും ഇന്ന് നല്ല പ്രോഫിറ്റിൽ തന്നെ വൈൻഡ് അപ്പ് ചെയ്യാൻ കഴിയുമായിരുന്നു. ഇത്രയുമാണ് ഞാൻ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായും എനിക്ക് ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുമായിരുന്ന ട്രേഡിംഗ് ലെവലുകൾ. അപ്പോൾ ഈ ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇന്ന് പ്രൈസ് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് നൽകിയ പ്രൈസ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളെ എങ്ങനെയാണ് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പരിശോധിക്കാം. 22,904 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെ 22,880 എന്ന് പറയുന്ന 25 പോയിന്റ് മാത്രം താഴെയുള്ള ഒരു മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പ്രധാന റെസിസ്റ്റൻസ് ആയി വരാൻ സാധ്യതയുള്ളത് 22,994, അതായത് 23,000 റേഞ്ചുകളിലായിരിക്കാം എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. എന്നാൽ ഇന്നത്തെ ഉയരം ഒരു മൈനർ റെസിസ്റ്റൻസ് ആയി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൊട്ട് മുകളിലോട്ട് 22,954, 974 എന്നിങ്ങനെയുള്ള ലെവലുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ക്ലോസ് ചെയ്യുക എന്ന് തന്നെയാണ്. എങ്കിലും ഈ ലെവലിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രമാണ് നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയി കണക്കാക്കാൻ കഴിയുള്ളൂ. അത്തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും കിട്ടുന്ന ഒരു ഡിക്ലൈൻ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. ഡേയ്സ് ലോ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് ഈ ലെവലുകൾ ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ
അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യും. 22,839 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആയാൽ മാത്രം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകിയാൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ ഒരുപക്ഷെ ഇന്ന് രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്തേക്കാം. അത്തരത്തിലൊരു ബ്രേക്കിംഗ് ലഭിച്ചാൽ തുടർന്ന് പ്രൈസ് അല്പം കൂടെ വീക്ക് ആയേക്കാം. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയവ. നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. 22,839, 807, 765, 716, 686 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 49,711 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ മൈനർ സപ്പോർട്ടായി 49,625 എന്ന ലെവലും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ പ്രധാന റെസിസ്റ്റൻസ് ആയി വരാൻ സാധ്യതയുള്ളത് 49,953, 50,000 റേഞ്ചിനടുക്കെ ഒരു പ്രധാന റെസിസ്റ്റൻസ്, ഒരു ബിഗ് റൗണ്ട് നമ്പർ എന്ന സ്ഥിതിക്ക് അതൊരു റെസിസ്റ്റൻസ് ഏരിയയായി മാറിയേക്കാം എന്നാണ് പ്രതീക്ഷ. എന്നാൽ അതിനിടയിൽ 49,842 എന്ന മറ്റൊരു മൈനർ റെസിസ്റ്റൻസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അവർ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനോട്ട് ട്രേഡ് ചെയ്യും. പ്രധാന ടാർഗറ്റ് ഇതാണെങ്കിൽ പോലും ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ആദ്യം ക്ലോസ് ആയി കിട്ടണം. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ ഗ്രാജുവലി പ്രൈസ് ഈ ലെവൽ ടെസ്റ്റ് ചെയ്തേക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യും. ഇവിടെയും 49,496 എന്ന ലെവലിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവണം. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ മാത്രം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്ന വർഷം അല്പം കൂടെ വീക്ക് ആയേക്കാം പ്രൈസ് എന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ഈ ലെവലും ഒക്കെ ടെസ്റ്റ് ചെയ്തേക്കാം. ഈ ലെവലുകൾ നിങ്ങൾക്കിവിടെ കാണാമെന്നാണ് കരുതുന്നത്. 75,438 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മൈനർ സപ്പോർട്ടായി 369, 75,369 രേഖപ്പെടുത്തിയിരിക്കുന്നു. തുടർന്ന് ഇന്നത്തെ ഉയരം ഒരു മൈനർ റെസിസ്റ്റൻസ്, അതിന് മുകളിലോട്ട് 75,655, 75,808, 75,903, 945 എന്നിങ്ങനെയുള്ള ലെവലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 903 അല്പം മേജറായ ഒരു റെസിസ്റ്റൻസായി പ്രവർത്തിച്ചേക്കാം എന്നാണ് പ്രതീക്ഷ. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ആദ്യം ലഭിക്കേണ്ടത് ഈ ടാർഗറ്റാണ്. എങ്കിലും ഈ ലെവലിന് മുകളിലോട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യുകയെങ്കിലും ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരു അപ്പർ സൈഡിലോട്ട് തന്നെ ബുള്ളിഷായി തന്നെ മാർക്കറ്റ് തുടരുന്നു എന്ന് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് മുകളിൽ രേഖപ്പെടുത്തിയ ടാർഗറ്റുകൾ 1 by 1 ആയി ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി തന്നെ ഉപയോഗിച്ചുകൊണ്ട് പുതിയ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകളെ കണ്ടെത്തി അവ സ്റ്റോപ്പ് ലോസുകളായി കണക്കാക്കി ട്രേഡ് ചെയ്യാം. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ഇവിടെയും 75,288 എന്ന ലെവലിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവണം. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ മാത്രം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ
പ്രൈസ് വീണ്ടും അല്പം വീക്കായേക്കാമെന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ലോയായ ഈ ലെവൽ ബ്രേക്ക് ചെയ്യാം. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് ഈ ലെവലുകൾ സപ്പോർട്ടുകളായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് സാധാരണയായി നമ്മൾ ചെയ്യുന്ന 3 ഇൻഡെക്സുകളുടെയും നാളത്തേക്ക് വേണ്ടിയുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. അപ്പോൾ ഡിസ്ക്ലെയിമർ, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. ഇത് കോൾ ഓപ്ഷനോ പുട്ട് ഓപ്ഷനോ ബൈ ചെയ്തോളൂ എന്നുള്ള ഒരു സജഷനൊന്നുമല്ല. അത് ആരും അത്തരത്തിൽ കണക്കാക്കരുത്. ഇത് എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തേക്കായി മാത്രം തയ്യാറാക്കുന്ന ഒരു പ്ലാനാണ്. പഠനാർത്ഥം ഇത് നിങ്ങൾക്കും ഉപയോഗിക്കാം. ഞാൻ അത്തരത്തിൽ ഉള്ള ഒരു ചിന്തയോടുകൂടി മാത്രം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേത് മാത്രമാണ്, നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ. എന്നാൽ നമ്മളുടെ ട്രേഡിംഗ് പ്ലാൻ അതിൻ്റെ ലെവലുകൾ അവ ഗുണകരമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിന് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതിനൊപ്പം ലൈക്ക് ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്